എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്, നമ്മളെല്ലാവരും വാഹനം ഓട്ടുന്നവരാണ്, യാത്രയിൽ പങ്കെടുക്കുന്നവരാണ്. നമ്മൾ ഓരോ കാലത്തും എന്നും ഒഴിവില്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. നമ്മളിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇത് എത്രയും പെട്ടെന്ന് അവിടെ എത്തുക, നമ്മൾ പോയ കാര്യങ്ങൾ വേഗം ശരിയായി വരിക എന്നാഗ്രഹിച്ചായിരിക്കും നമ്മളൊക്കെ പോകണം. നമ്മൾ ആസ്പത്രിൻ്റെ മുന്നിൽ കൂടിയും അതുപോലെ സ്കൂളുകളുടെ മുന്നിൽ കൂടിയൊക്കെ പോകും. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരൊറ്റ കാര്യം, സ്കൂള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിലിരുന്ന് കുട്ടികൾ ആ കോമ്പൗണ്ട് ബോളിൻ്റെ ഉള്ളിൽ നിന്ന് പറക്കുന്ന കിളികളെ കൂട്ടിലിട്ട പോലെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ കാരണം പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിലും ചെറിയ മനസ്സുള്ള കുറെ കുരുന്ന് മക്കളെ കാര്യം അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവർ സ്കൂൾ വിടുന്ന സമയത്ത് ഒരു ആവേശീകാരം പുറത്തേക്ക് ഓടിപ്പോകാനും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊക്കെ ഒരു മനസ്ഥിതികാരം അവർക്കുണ്ടാകുക. അപ്പോൾ അവർ കൂടുതൽ റോഡ് വിലം കുറിച്ചുമ്പോഴോ മറ്റുള്ളോ ചെയ്യുമ്പോഴോ ഒന്നും ശ്രദ്ധിക്കൂല. പക്ഷെ നമുക്കൊരു ശ്രദ്ധ വേണം എന്നുള്ളത്, നമ്മളൊക്കെ ഓരോ യാത്ര ചെയ്യുന്ന ഓരോ വാഹനം ഓട്ടി പോണ എനിക്കും നിങ്ങൾക്കൊക്കെ അതുണ്ടാകുന്നത് നല്ലതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ ഏറ്റവും ഗൗരവം പിടിച്ച ഒരു സംഗതിയാണ്. എന്തൊക്കെയോ മറന്ന് എല്ലാം ഈ ഒരു ലോകത്തുള്ള എല്ലാ ശ്രദ്ധകളും മാറി നല്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യർ പെട്ടെന്ന് തന്നെ പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അവർ ഡോക്ടറും രോഗിൻ്റെ ഒപ്പം നിൽക്കണവരും ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലും സഹകരണ ആശുപത്രികളും അതുപോലെ സ്വകാര്യ ആശുപത്രിക്കും വരുന്നവന് വേറൊരു ചിന്ത ഉണ്ടാവില്ല. അവൻ്റെ രോഗത്തിനെ കുറിച്ചും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ രോഗം, ബാപ്പാക്കും ഉമ്മാക്കുള്ള രോഗമൊക്കെ നമ്മൾ ബയോട്ടേരിയായിരിക്കും കൂടെ നിൽക്കുന്നവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും പോണവരൊക്കെ അവിടെ ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിന് മുന്നിലെത്തുമ്പോൾ അവരെയും കാട്ടി ശ്രദ്ധിച്ചു പോകുന്നവരായി നമ്മൾ മാറിയില്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരിതാണ്. വലിയ വലിയ മെയിൻ റോഡിൻ്റെ വക്കിനൊക്കെയാണ് വലിയ വലിയ ആസ്പത്രികൾ ഉണ്ടാകുക. അപ്പോൾ ആ ആസ്പത്രികളിൽ നിൽക്കുന്ന രോഗികൾക്ക് അവരെ രോഗം, അവരെ നാളെ എന്ത് ചെയ്യും, എന്താണ് എൻ്റെ സ്ഥിതി എന്നുള്ള നിലക്ക് വെപ്രാളപ്പെട്ടു പോകുന്ന സമയത്തേക്കാരും അവർ പ്രയാസപ്പെട്ട് റോഡ് വിലം കുറിക്കുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് വേറെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവില്ല. ഈ രോഗത്തിനെ കുറിച്ചും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ 100 സോലേറ്റ് പോണവരാണെങ്കിൽ പോലും നമ്മളെ രോഗീകാരം നമുക്ക് ഏറ്റവും വലുതുണ്ടാകുക. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെക്കാട്ടി രോഗമുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മളിതിൻ്റെ ചെറിയൊരു അയച്ചിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ മെഡിക്കൽ കോളേജുകളും കാരുണ്യ പ്രവർത്തനത്തിനും മറ്റൊരു ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ശ്രദ്ധ നമ്മൾ പോണ രോഗിൻ്റെയും നമ്മളെയും കയ്യിലേക്ക് കയറും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിലേറെ രോഗം കൊണ്ട് ഇടങ്ങാറാവുന്നവരും പ്രയാസമാണ്. അധികം ആൾക്കാർക്ക് അവനാൻ്റെ കാര്യം മാത്രം മനസ്സിൽ കരുതി പോകണമല്ല. അപ്പം നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിച്ച് വാഹനം ഓട്ടുമ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പോകാനെന്ന് എല്ലാവരോടും എന്നോടും ഞാനും ഉപദേശിക്കുന്നത് പോലെ ഒരു ഉപദേശം നൽകാമെന്ന് മാത്രമേ ഉള്ളൂ. ശരി, എന്നാൽ ഓക്കെ. ജയ് ഹിന്ദ്.